നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വളരെ കാഷ്വലായി അപ്ലോഡ് ചെയ്യുന്ന സ്റ്റോറീസ്, റീൽസ് ഇതൊക്കെ നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഗൈസ്, ഇറ്റ്സ് പോസിബിൾ. ഈ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് OSINT അഥവാ ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ്. ഈ ടെക്നിക്ക് വഴി നിങ്ങളുടെ സ്ട്രീറ്റ് നെയിം, സിറ്റി, ഈവൻ കറക്റ്റ് ഹോം അഡ്രസ്സ് വരെ റിവീൽ ചെയ്യാൻ പറ്റും. സോ എന്താണ് OSINT? OSINT എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം പബ്ലിക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അതായത് പബ്ലിക് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അത് സോഷ്യൽ മീഡിയ എന്നാവാം, വേണമെങ്കിൽ മെറ്റാ ഡാറ്റാസ് ഉണ്ടാവും, പബ്ലിക് ഡാറ്റാബേസ്, ന്യൂസ് റിപ്പോർട്ട്, ഫോറംസ്, വെബ്സൈറ്റ്, ഈവൻ നമ്മുടെ സിമ്പിൾ ഗൂഗിൾ സെർച്ച് എന്ന് വരെ. സോ OSINT ആരൊക്കെ യൂസ് ചെയ്യും? എത്തിക്കൽ ഹാക്കേഴ്സ്, സൈബർ സെല്ല്, പിന്നെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ഇന്നത്തെ വീഡിയോ ഞാനൊരു ഇമേജ് വെച്ച് എങ്ങനെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാമെന്ന് പഠിപ്പിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് ഇനി സോഷ്യൽ മീഡിയ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ഇനി എന്താണ് ബെസ്റ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ സേഫ് മെഷേഴ്സ്. എന്തായാലും വീഡിയോ ഫുള്ള് കാണുക. ഞാൻ വീഡിയോൻ്റെ അവസാനം സേഫ്റ്റി മെഷേഴ്സ് പറഞ്ഞുതരാം. എൻ്റെ കയ്യിലൊരു ഇമേജ് ഉണ്ട്. ഇതിന് ഞാൻ റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്യാൻ പോവാണ്. ബൈ ദ ബൈ, ഇത് OSINT ചാലഞ്ചിന് വേണ്ടി തിരഞ്ഞെടുത്ത ഇമേജസ് ആണ്. ഒരു റിയൽ ലൈഫ് ഇമേജസ് ഞാൻ എടുത്തിട്ടില്ല. ഈ വീഡിയോ കണ്ട് ഇനി നിങ്ങൾ ചെയ്യാൻ പോണ കാര്യങ്ങളൊന്നും ഞാൻ റെസ്പോൺസിബിൾ അല്ല. ഞാനിതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യണേ. നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം. OSINT ചാലഞ്ചസും ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ. ഇത് ഈസി ചാലഞ്ചാണ്. ഞാനിത് 2 സ്റ്റെപ്പായിട്ട് ചെയ്യണേ. ഒന്ന് ഈസിയും ഒന്ന് മീഡിയം. ഹാർഡ് നമുക്ക് അടുത്ത ലെവലിൽ ചെയ്യാം, അടുത്ത വീഡിയോയിൽ. ഫസ്റ്റ് ഞാൻ Yandex എന്ന സൈറ്റിലേക്കാണ് പോണേ. ഈ Yandex എന്ന് പറഞ്ഞ നല്ലൊരു പവർഫുൾ റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്യാനൊരു സൈറ്റാണ്. നമ്മുടെ ഫസ്റ്റത്തെ ഇമേജ് ബ്ലറി ആണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ സെർച്ചിൽ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. കാരണം ഇത് AI ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ് ആണ്. മേ ബി ഇങ്ങനത്തെ ഒരാളുണ്ടാവില്ല. ബട്ട് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിന്നത്തെ ഫെറിസ് വീലാണ്. കണ്ടിട്ട് എന്തായാലും ഇത് ഇന്ത്യ അല്ല, യൂറോപ്പ്, അമേരിക്ക, എവിടെയെങ്കിലും. ഇപ്പോൾ ഇവിടെ നമുക്ക് മാച്ചിങ് ആയ ഫെറിസ് വീൽ കിട്ടി തോന്നുന്നു. അതിൻ്റെ പിറകിൽ അതേ സെയിം ബിൽഡിംഗ് ആണ്, സെയിം ഫെറിസ് വീലിൻ്റെ കളറ്. നമുക്കൊന്ന് കയറി നോക്കാം. സിമിലർ ഇമേജ് നമുക്ക് നോക്കാം. ഒന്ന് കൺഫേം ചെയ്യണമല്ലോ. ഓക്കെ, ഏകദേശം ഇത് തന്നെയാണ്. ഏകദേശം അല്ല, നമുക്ക് 100% ഉറപ്പിക്കാം. കാരണം ആ ബിൽഡിങ്ങും ആ കളറും ഒക്കെ സെയിം ആയിട്ട് തോന്നണം. നമുക്ക് ഒന്നുകൂടി ഈ ഫെറിസ് വീൽ മാത്രമേ സെർച്ച് ചെയ്യാം. യെസ്, ഗോട്ട് ഇറ്റ് ഗൈസ്, ഇത് തന്നെ. ഇനി ഈ സ്ഥലം ഏതാണെന്ന് നമുക്ക് അറിയണ്ടേ? സൈറ്റിലെ പ്രശ്നം എന്ന് പറഞ്ഞത് റഷ്യയിലാണ്. ബട്ട് നമുക്ക് പേടിക്കേണ്ട. ഈ ടെസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഈ സൈറ്റിൽ തന്നെ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്യട്ടെ. ട്രാൻസ്ലേറ്റ് റഷ്യൻ പേസ്റ്റ് ചെയ്തു. ട്രാഫിക് റെസ്ട്രിക്ഷൻ ഇൻ കീവ് എന്നാണ് സ്ഥലത്തിന്റെ പേര് എന്നാ തോന്നണോ. നമുക്കതൊന്ന് ഗൂഗിൾ ചെയ്യാം. കീവ് ഫെറിസ് വീൽ. ഗൂഗിള് പറഞ്ഞു യുക്രൈൻ ആണെന്ന്. ഫെറിസ് വീൽ യുക്രൈനിലാണ്. നമുക്കൊന്ന് കൺഫേം ചെയ്യാം ഇമേജസ് ഒക്കെ നോക്കിയിട്ട്. സോ കൺഫേം ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ഇതേപോലെ ഈസി ആവില്ല കേട്ടോ, കുറച്ച് ടഫാണ്. ഇതാണ് രണ്ടാമത്തെ ഇമേജ്. നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയെങ്കിൽ പിക്ചർ ഫുള്ളും ഷേക്കും ബ്ലറാ. എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടാ. ബാക്ക്ഗ്രൗണ്ടിൽ പക്ഷെ എന്തോ റെഡ് സാധനമുണ്ട്. അതാവും നമ്മൾ ചിലപ്പോൾ തുറപ്പിച്ചിട്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്തതിൽ കുറേ ഫീമെയിൽസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല ഈ വ്യക്തിനെ. ഇത് ചിലപ്പോൾ ഒറിജിനൽ വ്യക്തിയാവും. കാരണം ഇത് വേറെ സൈറ്റിൽ നിന്നാണ്, AI ക്രിയേറ്റ് ചെയ്തതൊന്നല്ല. OSINT ചാലഞ്ച് പറഞ്ഞിട്ട് വേറെ സൈറ്റിൽ കയറിയതാണ്. ഓക്കെ, ഇവിടെ സർഫ് ചെയ്യുമ്പോൾ കുറേ സുന്ദരികളായ ഫീമെയിൽസിനെ കാണാം. ബട്ട് ആ മുഖമൊന്നും വ്യക്തമല്ല. ആ റെഡ് സംഭവം സ്കാൻ ചെയ്ത് നോക്കിയാലും നോക്കട്ടെ. നോപ്പ്. അത് അങ്ങനെ കിട്ടിയെങ്കിൽ ഫസ്റ്റിലെ സെർച്ചിൽ കിട്ടും. കിട്ടിയിട്ടില്ല. വീണ്ടും കുറെ ബ്ലോൺസ് ഫീമെയിൽസ് ആണ്. ഇതാരാ നടുവില്? ഇതാണോ? ഇത് ഷക്കീരയാണ്. ഇതൊന്നല്ല ഷക്കീര അല്ല. എന്തായാലും ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗൈസ്, ഒരു ഐഡിയ ഉണ്ട്. ഫോട്ടോർ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് അറിയോ നിങ്ങൾക്ക്?
ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇമേജ് ഓൺലൈൻ എഡിറ്റ് ചെയ്യാൻ. ഇപ്പം എന്തോ AI ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഇമേജ് ഭയങ്കര ഷേക്കും ബ്ലറൊക്കെ അല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, ആ ബ്ലർ മാറ്റിയിട്ട് AI എൻഹാൻസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഒരു വൈൽഡ് ട്രൈ, കിട്ടിയെങ്കിൽ കിട്ടി, അത്ര തന്നെ. കാരണം നമ്മൾ എല്ലാ പാത്ത് കൂടെ സഞ്ചരിക്കണം ഒരു ഭ്രാന്തൻ്റെ പോലെ. എന്നാൽ മാത്രമാണ് ഇങ്ങനത്തെ ചലഞ്ചും ഇങ്ങനത്തെ ഹാക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് സക്സസ് ആയിട്ട് തീർക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം എന്തോ ഒരു ഫേസ് കിട്ടി. ഇനി യാൻഡെക്സിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം, നോക്കാം. എച്ച് ഗൈസ് കഴിഞ്ഞു. നേരത്തെ പോലെ തന്നെ സെയിം ആൾക്കാർ തന്നെ. എനിക്ക് ഇവരായിട്ടൊന്നും തോന്നണില്ല. ബട്ട് ഡോണ്ട് വെറി, നമുക്കൊരു സൈറ്റ് കൂടി ഉണ്ട്. പ്രിം സൈസ് എന്നാണ് ഈ സൈറ്റിന്റെ പേര്. നമുക്ക് ഇതൊന്ന് സെർച്ച് ചെയ്യാം. ഫേസ് സെർച്ച് ചെയ്യണ സൈറ്റാണ്. ഓക്കെ, 3 കിട്ടി. ബട്ട് ആ ഫസ്റ്റത്തെ 2 എനിക്ക് തോന്നുന്നു നമ്മൾ ഇമേജ് എഡിറ്റ് ചെയ്തില്ലേ, അത് വരെ ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് സെർച്ച് ചെയ്യാൻ. അപ്പൊ നമ്മുടെ ഫേസും ഇങ്ങനെ ഓൺലൈൻ എഡിറ്റ് ചെയ്യുന്ന ഫേസസ് ഒന്നും സേഫ് ആവില്ല. അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ്സ് എഡിറ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കേ. ഓക്കെ, സോ ഇറ്റ്സ് അനദർ ലെവൽ ഓഫ് പ്രിവസി ഇഷ്യൂ. എന്തൊക്കെ നമ്മൾ ആധാർ കാർഡ് PDF ആക്കാനും പിന്നെ സിഗ്നേച്ചറും അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ ഓൺലൈനിൽ ഞാനും അയച്ചിട്ടുണ്ട് പണ്ട്. സോ ഇനി നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക, കണ്ടില്ലേ. എന്തായാലും എനിവേസ് നമുക്ക് ആ 3ാമത്തെ ഇമേജ് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ നിറയെ ഫോട്ടോ കിട്ടിയിട്ടാ മാച്ച് ചെയ്യുന്നത്, ആ മൊബൈലും മാച്ച് ചെയ്യുന്നത്. ഡിഫറെന്റ് പോസസ് കിട്ടി. പക്ഷെ ഒരു പ്രശ്നം, എക്സ്പ്ലിസിറ്റ് ഫോട്ടോസ് എന്നാണ് പറയണേ. നമുക്ക് കുറച്ച് സൈറ്റ് കയറിയിട്ട് നോക്കേണ്ടി വരും എന്താ നെയിം എന്ന് അറിയാൻ. എന്തായാലും അത് ഞാൻ ഇവിടെ കാണിക്കണില്ല. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ പേര് കിട്ടാൻ പറ്റുമോ നോക്കട്ടെ. ഇൻസ്റ്റാഗ്രാം തപ്പി നോക്കേണ്ടി വരും. ഗൈസ്, നമുക്ക് ആളെ കിട്ടി. ബട്ട് ഈ സൈറ്റിലൊന്നും എനിക്ക് ഓപ്പൺ ചെയ്യാനുള്ള അത്ര ഒരു വിശ്വാസമില്ല. ആ സൈറ്റിന്റെ പേരൊക്കെ കുറച്ച് എക്സ്പ്ലിസിറ്റ് ആണ്. ബട്ട് ഡോണ്ട് വെറി, വേറെ എന്തെങ്കിലും ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമൊക്കെ ഓക്കെ ഒന്ന് വിചാരിക്കണം. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. അങ്ങനെ കുറച്ച് റിസർച്ചിലൂടെ നമുക്ക് ആളെ യൂട്യൂബ് കിട്ടിയിട്ടാ, പേരും കിട്ടി. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നില്ല. ഇതും റഷ്യനാണ്. ചലഞ്ചൊക്കെ റഷ്യക്കാരാണ് തരണേ. അപ്പൊ ഇതാണ് ആള്. അത്യാവശ്യം ഫേമസ് ആണ് കേട്ടോ. ഒരു മോഡലും കൂടിയാണ്, ഫാഷൻ മോഡൽ കൂടിയാണ്. അത് നമ്മൾ നോക്കണ്ട. നമുക്ക് ആ ഹോട്ടലിന്റെ പേരാണ് അറിയണ്ടോ, വേറെ ഒന്നും വേണ്ട. ഈ തംബ്നെയിലിൽ ആ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ തന്നെയാണ് ഇതുള്ളത്, ആ ഡ്രസ്സ്. ഒന്ന് നോക്കട്ടെ, വീഡിയോ ഒന്ന് അരച്ച് പരക്കി നോക്കാം. Друзья, всем привет, меня зовут Екатерина Лапинова, и я записываю вам новый обзор своих платьев в распаковку. എന്തോ റഷ്യനിൽ പറയുന്ന ഡ്രസ്സിനെ പറ്റിയിട്ട്. യെസ്, ഫൈനലി ഗൈസ്, ഇതല്ലേ ഡ്രസ്സ്. യെസ്, ഇത് തന്നെ. ആ ബ്ലാക്ക്, അത് തന്നെ ബ്ലാക്ക് ഡ്രസ്സ് തന്നെയല്ലേ ഇത്. യെസ്. ബട്ട് നമുക്ക് ഇപ്പോഴും ഹോട്ടൽ ഏതാന്ന് മനസ്സിലായിട്ടില്ല. ഈ വീഡിയോയിൽ ഹോട്ടൽ എന്താണെന്നും ഇല്ല. ബട്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ഞാനൊന്ന് വായിച്ച, ഡിസ്ക്രിപ്ഷനിൽ എഴുതിയത് എല്ലാ കൊല്ലം അടൽ ഹോട്ടലിൽ പോകുന്നതാണ്. അങ്ങനെ ഇനി പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഈ കൊല്ലോ 2024 ഇതിപ്പോ 2023 കാര്യം കാണിക്കണേ പോയി ഉണ്ടാവില്ലേ എന്നൊരു തോട്ടിൽ ഞാൻ സെർച്ച് ചെയ്തു. കിട്ടി ഗേസ്, ബ്ലാക്ക് പാർട്ടി ഇൻ ആഡം ആൻഡ് ഈവ്. അപ്പൊ അതായിരിക്കും ഹോട്ടലിന് എന്തായാലും പേര്. ഡിസ്ക്രിപ്ഷൻ വായിക്കുകയെങ്കിൽ ദ സെയിം ഡിസ്ക്രിപ്ഷൻ ബട്ട് 2025 ആഡം ആൻഡ് ഈവ്, അതായിരിക്കും അപ്പൊ ഹോട്ടലിന്റെ പേര്. അഡൾട്ട് ആഡം ആൻഡ് ഈവ് എന്ന് സെർച്ച് ചെയ്തപ്പോ സംഭവം കിട്ടിട്ടോ. ദേ നമ്മുടെ ആ ഫോട്ടോയിലുള്ള ആ റെഡ് സംഭവം, അത് എന്തോ ഡെക്കറേഷന്, ട്രീയുടെ മേലെ ഒരു ഡെക്കറേഷൻ ആയിരുന്നു. റൈറ്റ്, ഇത് തന്നെയാണ്. അപ്പോൾ ഹോട്ടലിന്റെ പേര് ആഡം ആൻഡ് ഈവ് അഡൽട്ട് ഓൺലൈൻ. കൂടുതൽ ഇമേജസ് നോക്കി കഴിഞ്ഞാൽ
ഇതൊക്കെ തന്നെ. ഇതുകൊണ്ട് അതിന്റെ താഴത്തും ഉണ്ട് കേട്ടോ, കൺഫേം ഗെയ്സ്, ദ കൂടുതൽ എവിഡൻസ് ഓഫ് ദ ഡെക്കറേഷൻ. സോ നമുക്ക് രണ്ടും ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ യെസ്, ഇതിന്റെ അടിയിൽ നിന്നിട്ടാവും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈവൻ ദോ ഇമേജ് ബ്ലറായി ഷേക്കായി നമ്മൾ കണ്ടുപിടിച്ചു, താങ്ക്സ് ടു ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സേഫ്റ്റി മെഷേഴ്സ് പ്രത്യേകിച്ച് പ്രൈവസി മാനിക്കുന്നവർക്ക് മാത്രമാണ്. ഓക്കെ, ക്യാമറയുടെ ലൊക്കേഷൻ ഓഫ് ചെയ്യാം. എല്ലാ ഫോണിലും ചിലപ്പോൾ ക്യാമറ ലൊക്കേഷൻ ഡിഫോൾട്ടായിട്ട് ഓൺ ആവുക, അത് നമ്മൾ എന്തായാലും ഓഫ് ചെയ്യുക. ഇപ്പോഴും ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക, കാരണം ഒന്ന് സ്നാപ്സീഡിലോ വിസ്കോയിലോ വിഎസ്കോയിലോ ഏതിൽ വേണമെങ്കിൽ ഫോട്ടോഷോപ്പിലോ ഒന്ന് എഡിറ്റ് ചെയ്ത് കളയുക. അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ ഒന്ന് ഡാറ്റാസ് വീണ്ടും കംപ്രസ് ആവും. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇൻസ്റ്റാഗ്രാമോ ഓൾറെഡി കംപ്രസ് ചെയ്യും, അറിയാം, ഇത് കുറച്ച് ക്വിക്കായി പോയി. കാരണം അല്ലെങ്കിൽ വീഡിയോ 20 മിനിറ്റിന്റെ മേലെ പോകും. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഹൗ ടു ഹൈഡ് ഫ്രം സിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇടാം. ഇതുവരെ നിങ്ങൾ വീഡിയോ എത്തിയെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചാനലാണ്. ഇപ്പൊ ഞാൻ പോട്ടെ, ബൈ.